പാതിരാത്രി പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുകയായിരുന്നു ഇവർ. അപ്പോഴാണ് സ്റ്റെയർ കേസിലൂടെ കോളേജിലെ പ്യൂൺ ഇറങ്ങിപ്പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മദ്യപിച്ചൽപ്പം ഫിറ്റിലായിരുന്ന അവർ പ്യൂണ് തങ്ങളെ കണ്ടുവെന്ന് തെറ്റിദ്ധരിച്ചു. അയാളെ ഫോളോ ചെയ്ത് എങ്ങോട്ടെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ അവർ പദ്ധതിയിട്ടു. പക്ഷെ അയാളെ ഫോളോ ചെയ്ത് അവരെത്തിയത് കോളേജ് പ്രിൻസിപ്പളിന്റെ വീടിന്റെ മുന്നിലായിരുന്നു. കോളേജിൽ വെച്ച് തങ്ങളെ കണ്ട കാര്യം അയാൾ പ്രിൻസിപ്പാളിനോട് പറയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. പക്ഷെ ആ പ്യൂണ് വന്നത് ആ വീട്ടിലെ വേലക്കാരിയുമായി സല്ലപിക്കാനായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് അയാളെ പിടികൂടാൻ അവർ പ്രിൻസിപ്പാളിന്റെ വീടിന്റെ ഗേറ്റ് ചാടി. വീടിനകത്തു കയറി അവരയാളെ തലക്കടിച്ച് തൂക്കിയെടുത്ത് കാറിന്റെ ഡിക്കിയിലിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയതും അടിച്ച കെട്ടൊക്കെ മാറി സ്വബോധം തിരിച്ചു വന്നപ്പോൾ തങ്ങൾ ഇന്നലെ ചെയ്തത് വലിയൊരു ക്രൈമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. പക്ഷെ അപ്പോഴാണ് പ്യൂൺ അതിലൂടെ കൂളായി സൈക്കിളും മുടിച്ച് പോകുന്നത് അവർ കണ്ടത്. അത് കണ്ടതും അവരൊന്ന് ഞെട്ടുന്നു. തങ്ങളുടെ കാറിലുള്ളത് പ്യൂൺ അല്ലെന്നും വേറെ ആരോ ആണെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ പേടിച്ച് അവരാ ഡിക്കി തുറന്നതും അത് കാലിയായിരുന്നു. ശരിക്കും ഇന്നലെ അവർ പ്രിൻസിപ്പാളിന്റെ വീട്ടിൽ കയറി പ്യൂൺ ആണെന്ന് കരുതി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് പ്രിൻസിപ്പാളിനെ തന്നെയായിരുന്നു. പക്ഷേ അടിച്ച് ഫിറ്റായിരുന്നു ഇവർ തങ്ങളുടെ കാറിന്റെ ഡിക്കിയാണെന്ന് കരുതി പ്രിൻസിപ്പാളിന്റെ കാറിന്റെ ഡിക്കിയിൽ തന്നെയായിരുന്നു അയാളെ ഇട്ട് പൂട്ടിയത്. അങ്ങനെ വീണ്ടും ഇവർ പ്രിൻസിപ്പാളിന്റെ വീട്ടിലെത്തിയതും അവിടെ അയാളെ കാണാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി അയാളെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ലെന്നും ചിലപ്പോൾ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടുണ്ടാകുമെന്നൊക്കെ കുറെ പേർ പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഇവന്മാർ ഇനി കാറിന്റെ ഡിക്കിയിലോ മറ്റോ ഉണ്ടാകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചതും അയാളുടെ ഡ്രൈവർ കാറിന്റെ ഡിക്കി തുറന്നു. അതിൽ പ്രിൻസിപ്പളെ കണ്ടതോടെ ഇവർ അത്ഭുതപ്പെട്ടതുപോലെ അഭിനയിച്ചു നിന്നു.